ഹലോ ഗായ്സ്, വെൽക്കം ടു അംനാന ഷിഫ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ പോണത് എൻ്റെ പെണ്ണ് കാണൽ സ്റ്റോറിയാണ് കേട്ടോ. കുറേ വീഡിയോസിൽ ഞാൻ പെണ്ണ് കാണൽ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെയും കൂടി പെണ്ണ് കാണൽ സ്റ്റോറി പറയാൻ. പക്ഷേ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ എൻ്റെ പെണ്ണ് കാണൽ സ്റ്റോറി. കാരണം കുറേ പേര് കാണാൻ വന്നതിൻ്റെ ഓരോ അനുഭവങ്ങളാണ് പറയണത്. പക്ഷേ എനിക്കങ്ങനെ കുറേ പേരൊന്നും കാണാൻ വന്നിട്ടില്ല. എന്നെ ആകെ ഒരാളെ കാണാൻ വന്നിട്ടുള്ളൂ. അത് ഇക്കയാണ് കേട്ടോ. അത് എൻ്റെ കല്യാണം സെറ്റായി ചെയ്തു. അപ്പോൾ ആ സ്റ്റോറിയാണ് പറയാൻ പോണത്. ഞാനപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. +2ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് 21 വയസ്സാണ്. ഇപ്പോൾ 4 വർഷം മുന്നേ വീട്ടിൽ കല്യാണമൊന്നും നോക്കേണ്ട സമയമല്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് ചോദിക്കും മോളിനെ കൊടുക്കണ്ടോ എന്നൊക്കെ. അങ്ങനെ ചോദിച്ച് ഞങ്ങൾ അതുവരെയും ഡിഗ്രി കഴിയണം, ഇത് കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. പറഞ്ഞാൽ അപ്പോൾ കൊറോണ ടൈമായിരുന്നു. അപ്പോൾ വീട്ടിലിരുന്നിട്ടാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ ഞാൻ 10th എക്സാം ടൈമിലാണ് കൊറോണ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഫുൾ അടച്ചിടലൊക്കെ ആയിട്ട് +1 സ്കൂൾ ഉണ്ടായിരുന്നില്ല. പിന്നെ +2 സ്കൂൾ തുടങ്ങാൻ പോകുന്നു. ആ സമയത്താണ് പെണ്ണ് കാണൽ കേട്ടോ. കാരണം നവംബറിലാണ് എനിക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നവംബർ 1 പെണ്ണ് കാണാൻ വന്നതും. അപ്പോൾ ഒരു കല്യാണം എന്നുള്ളത് ചിന്തിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ +2ലല്ലേ എത്തിയിട്ടുള്ളൂ. വീട്ടുകാരായാലും ഇപ്പോൾ കല്യാണമൊന്നും കഴിപ്പിക്കൂല എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറേ പേര് ഇങ്ങനെ ചോദിക്കുമല്ലോ, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ട് കേട്ടോ, ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉമ്മ ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്ക് ചെയ്തത്. പക്ഷെ പിന്നെ അവരൊന്നും കൂടി ചോദിച്ചപ്പോൾ ഞങ്ങൾ ഓക്കെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് കേട്ടോ ഉക്കാൻ്റെ വീടും ഉക്കാൻ്റെ അമ്മായി വീടൊക്കെ. ഉക്കാൻ്റെ അമ്മായി മുഖേനയാണ് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രപ്പോസൽ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഒന്ന് തൽക്കാലം കണ്ടിട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത്, ഫ്രണ്ട് ഇങ്ങനെ വെറുതെ പറയുന്നുണ്ടായിരുന്നു ഹൈറ്റാണ് ഒരു പ്രശ്നം, പ്രശ്നം കേട്ടോ, ഹൈറ്റാണ് പ്രശ്നം വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞാൻ കുറച്ച് നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെക്ക ഹൈറ്റ് ഇല്ല, അതുകൊണ്ടായിരിക്കും അവര് ഹൈറ്റാ പ്രശ്നം എന്ന് പറയണമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എന്താ വിചാരിച്ചതെന്നറിയോ, ഞാൻ വിചാരിച്ചു ഹൈറ്റ് പ്രശ്നമാണെങ്കിൽ എന്തായാലും ഞങ്ങൾ ചേരത്തില്ല, അപ്പം അത് പോവും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഇക്കന്നെ ശരി പെണ്ണ് കാണാൻ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് വരും അങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം, അടുത്ത ആഴ്ച ആയിട്ടില്ല കേട്ടോ, അടുത്ത ഞായറാഴ്ച എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആയിട്ടില്ല, അതിന് മുന്നേ ഒരു വ്യാഴാഴ്ചയാണ് തോന്നുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഇന്നാണ് കാണാൻ വരുന്നത്, ചെക്കനിക്ക് ഒഴിവില്ല, തിരിച്ച് വർക്കിന് പോകാനുള്ള ടൈമായി, അതുകൊണ്ടാണ് എനിക്ക് നാട്ടിൽ തന്നെയാണ്. അപ്പോൾ കോഴിക്കോട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് തിരിച്ചു പോകാനുള്ള ടൈമായി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. വേഗം വന്നിട്ട് എന്നോട് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നിന്നിട്ട് അത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ചെക്കന് പോകാനുള്ള ടൈം ആയതല്ല, ആ ഞായറാഴ്ച വേറൊരു പെണ്ണ് കാണലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് എന്നെ നേരത്തെ ആക്കിയത് കേട്ടോ. വേറൊരു പെണ്ണ് കാണലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എന്നെ നേരത്തെ കാണാൻ വന്നിട്ട് ഞായറാഴ്ച ആ പെണ്ണിനെയും കൂടി കാണാൻ പോകാമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ കാണാൻ വന്നു ഒരു വൈകുന്നേരത്തൊക്കെ വന്നു കേട്ടോ. വൈകുന്നേരത്തൊക്കെ കാണാൻ വന്ന ശേഷം ഞാനിപ്പോൾ ഇക്കാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇക്കാൻ്റെ മുഖത്തേക്ക് ആ സമയത്ത് നോക്കാൻ നല്ല മടിയായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ നോക്കണമെന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അഥവാ ഞാൻ ഇയാളുടെ കല്യാണം കഴിച്ചാലോ എന്നിട്ട് ഞാൻ ഒരു നോട്ടം നോക്കി. അപ്പം എൻ്റെ വീട്ടിലെൻ്റെ വല്യപ്പ ഇമ്മൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാൻ്റെ ഉമ്മയും അമ്മായും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പെണ്ണ് കാണലാണല്ലോ, അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ചെറുതുമാണ്,
അപ്പോൾ എങ്ങനെയോ പെണ്ണ് കാണൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ എന്താ വെച്ചാൽ, ഞാൻ അടുക്കളുടെ ജനലിൽ കൂടെ നോക്കിയ ഫ്രണ്ടിൽ കാണും, മുറ്റം കാണുമ്പോൾ ഞാൻ ഇക്കാടെ കാർ ഓടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറ് തിരിക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ ഞാൻ നോക്കി, ഞാനും എൻ്റെ അനിയത്തിയും കൂടി ചെക്കൻ എന്തായാലും എങ്ങനെ ഉണ്ട് എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ രണ്ടാളും ഇരുന്ന് നോക്കി. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കല്യാണം ഉറപ്പിച്ച പിന്നെയാണ് അറിഞ്ഞത് ഞങ്ങൾ നോക്കിയതൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ നോക്കി. അപ്പം എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഭാവമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിറ്റേ ദിവസം അവർക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് എല്ലാവരുടെയും ഒക്കെ നമ്മൾ നോക്കുമല്ലോ. നോക്കിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഇഷ്ടപ്പെട്ട് ഇന്ന് പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ചിട്ടേ ഇല്ല, ഇത് നടക്കണമെന്ന് വിചാരിച്ചതേ ആയിരുന്നില്ല. പെട്ടെന്ന് ചെക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അന്വേഷിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അപ്പോൾ ഓക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചു കേട്ടോ. ഇതാണ് എൻ്റെ ഒരു പെണ്ണ് കാണൽ സ്റ്റോറി. പെട്ടെന്ന് റെഡിയായി. പിന്നെ ഈ ഞായറാഴ്ച പറഞ്ഞില്ലേ, ഞായറാഴ്ച വേറെ പെണ്ണ് കാണാൻ പോയില്ല കേട്ടോ. അത് അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് ഉറപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഉറപ്പിക്കലായത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ആ പെണ്ണ് കാണൽ നടന്നില്ല എന്നാണ് പറയണത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഞായറാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എൻഗേജ്മെൻറ്റ് പറയാൻ വലിയതായിട്ടുള്ള എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പള്ളിയിൽ വെറുതെ എഴുതൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നവംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ഒന്നും മനസ്സിൽ വിചാരിക്കാത്തൊരു പെണ്ണ് കാണലുമായിരുന്നു, കല്യാണം ഉറപ്പിക്കലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം 2022 ജൂണിലായിരുന്നു എൻ്റെ കല്യാണം. അതുവരെ കല്യാണം ഉറപ്പിച്ചിട്ടു. പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാനും ഒന്നിനും പറ്റുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നിക്കാഹ് കഴിയാണ്ട് സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ എനിക്ക് 18 വയസ്സായിട്ടില്ല. അതുകൊണ്ട് കല്യാണം ഉറപ്പിച്ച് വെക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഫോണിൽ സംസാരിക്കേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ സംസാരിക്കാണ്ടിരിക്കില്ലല്ലോ എന്തായാലും. കുറച്ച് ദിവസം കഴിഞ്ഞതും ഇക്കങ്ങനെ എൻ്റെ അനിയൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യണ ഇടയിൽ ഞാൻ എവിടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് അവസാനം ഞങ്ങളും സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് ഫോൺ വിളിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കല്യാണം വരെ എത്തി. അപ്പോഴും ഇടയിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെയും വയസ്സ് ഡിഫറൻസ് കുറച്ച് ഉണ്ട് കേട്ടോ. 10-11 വയസ്സ് ഞങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് പിന്നീട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണോ അങ്ങനെയൊക്കെ. പക്ഷെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഈ ലൈഫിലാണ് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു പെണ്ണ് കാണൽ സ്റ്റോറി. പിന്നെ നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ 18 വയസ്സിൽ തന്നെ എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ വെച്ചാൽ, എൻ്റെ ഉമ്മ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഉമ്മ പറഞ്ഞാൽ അനിയൻ, അനിയത്തി, ഞാൻ, ഉമ്മ, ഇങ്ങനെയാണ്. കാരണം വാപ്പ ഞങ്ങളുടെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അപ്പോൾ ഉമ്മക്ക് ഒരുപാട് ടെൻഷനുകൾ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ഞങ്ങളുടെ 3 ഉമ്മ ജോലിക്ക് പോയിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ആ ടൈമിൽ പഠിപ്പിക്കും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അതായിരിക്കും ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പം ഉമ്മക്ക് ആ ടൈമിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ടാവുക. എനിക്കും അപ്പോൾ അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയതിൽ ഇപ്പോൾ ഒരു തെറ്റും ഇല്ല തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാ ഈ ലൈഫിൽ ഞാൻ നല്ലോണം ഹാപ്പിയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു പെണ്ണ് കാണൽ സ്റ്റോറി. പിന്നെ അങ്ങനെ ജൂൺ 19 എൻ്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. ഇപ്പോൾ ഒരു ബേബി ഉണ്ട്, പുറങ്ങാണ് കേട്ടോ ബാക്കിൽ കിടന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ പെണ്ണ് കാണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.